ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ ഇപ്പോഴത്തെ അന്വേഷണ പുരോഗതി എന്താണ്, ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്, നിയമ നടപടികൾ എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നതിന്റെ വിശകലനത്തിലേക്കാണ് നമ്മൾ ആദ്യം കടക്കാൻ പോകുന്നത്. ഇന്ന് കോടതിയിൽ സംഭവിച്ചത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. ദ്വാരപാലക ശില്പങ്ങളുടെ കേസിലാണ് കോടതി ഈ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും ജാമ്യാപേക്ഷ സമർപ്പിച്ചു. 2 കേസുകളിലും നൽകിയ ജാമ്യാപേക്ഷ 14-ാം തീയതി വിജിലൻസ് കോടതി പരിഗണിക്കും എന്നാണ് കോടതിയിൽ നിന്നുള്ള തുടർ നടപടിക്രമത്തിന്റെ ഭാഗമായി വരുന്ന വിവരങ്ങൾ. ആർ അനന്തകൃഷ്ണൻ നമുക്ക് പോകേണ്ട. അനന്തൻ, ഈ സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ വീണ്ടും ജയിലിൽ തുടരേണ്ടി വരുന്ന സാഹചര്യം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എത്രത്തോളം വലിയ ചാർജാണ് ഇപ്പോൾ തന്നെ പ്രാഥമികമായി ഈ കുറ്റവാളിയിൽ നിന്ന് കരുതപ്പെടുന്ന പ്രതികൾക്കെതിരെ ഉള്ളത്, കോടതിക്ക് ബോധ്യമുള്ളത് എന്ന് വ്യക്തമാകുന്നുമുണ്ട്. ഈ എ പത്മകുമാറിനൊക്കെ പുറത്തിറങ്ങാൻ ഇനിയും ഒട്ടേറെ സമയം വേണ്ടി വരുമോ? എന്താണ് ഇപ്പോഴത്തെ ഒരു പൊസിഷൻ കേസിന്റെ? ജുഡീഷ്യറിയുടെ അത്തരം ആനുകൂല്യങ്ങൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികൾക്ക് ലഭിക്കില്ല എന്നുള്ള വ്യക്തമായ സൂചനകളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ തന്നെ 2 മാസമാകുന്നു പല പ്രതികളും അറസ്റ്റിലായിട്ട്. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ജാമ്യം കിട്ടാനുള്ള സാധ്യതകൾ കുറവാണെന്നാണ് കോടതികളുടെ ഇതുവരെയുള്ള ഉത്തരവുകളും അതുപോലെ തന്നെ കോടതിയുടെ പരാമർശങ്ങളും കാണുമ്പോൾ വ്യക്തമാകുന്നത്. മാത്രമല്ല, ഏറ്റവും ഒടുവിൽ ശങ്കരദാസ് സുപ്രീം കോടതിയെ സമീപിച്ചതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ അവിടുത്തെ കമൻറ്റും അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നടത്തിയ പരാമർശങ്ങളും അതീവ ഗൗരവം അർഹിക്കുന്നതാണ്. മാത്രമല്ല, സുപ്രീം കോടതി വരെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് എത്രത്തോളം ഗൗരവത്തിലാണ് കാണുന്നത് എന്ന് വ്യക്തമാക്കുന്നതുമാണ്. അതിനൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് അന്വേഷണം എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അത് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ഈ അന്വേഷണ സംഘത്തിന് 6 ആഴ്ച കൂടി സമയം നീട്ടിക്കൊണ്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നൽകിയ ഉത്തരവ്. ആ ഉത്തരവ് സമഗ്രമാണ്. ആ ഉത്തരവിലാണോ ഇപ്പോൾ ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ പുരോഗതി കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അതായത് പുരോഗതി മാത്രമല്ല, എന്തിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ആദ്യം ശരിക്കും പറഞ്ഞാൽ അന്വേഷണം തുടങ്ങിയത് ദ്വാരപാലക പാളികളും കട്ടളപ്പാളിയും കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും പത്മകുമാറിനെയൊക്കെ കേന്ദ്രീകരിച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ ആ അന്വേഷണത്തിന്റെ രൂപം തന്നെ മാറിയിരിക്കുന്നു. അതിന്റെ കണ്ടന്റുകൾ എന്തൊക്കെ വിഷയങ്ങളാണ് അന്വേഷിക്കുന്നത് എന്ന് സംബന്ധിച്ചുള്ള വലിയ വിപുലീകരണം സംഭവിച്ചിരിക്കുന്നു. കാരണം 1998 മുതൽ 2025 വരെ ശബരിമലയിൽ ശ്രീകോവിലിലെ സ്വർണ്ണം പൂശലുമായി ബന്ധപ്പെട്ട് നടന്ന എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയാണ്. 4 ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അതായത് ശബരിമലയിൽ 98 സ്വർണം പൊതിഞ്ഞത്, അതിനുശേഷം 2019 സ്വർണ്ണവാതിൽ തട്ടിയെടുത്തുകൊണ്ട് പോയത്. അവിടെ കോടതി ഇപ്പോൾ നമുക്ക് നേരത്തെ കട്ടളപ്പാളയും മറ്റതും കൊണ്ടുപോയി സ്വർണ്ണവാതിൽ കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ള സംശയം മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ഈ ഉത്തരവ് വരുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്. ശബരിമലയിൽ അവർ പുതിയ സ്വർണ്ണവാതിൽ സമർപ്പിക്കുമ്പോൾ പഴയ സ്വർണ്ണവാതിലെ സ്വർണം എടുത്തുകൊണ്ടുപോയി എന്ന് കോടതി തന്നെ സമർത്ഥിക്കുകയാണ്. രേഖകളൊന്നും ഇല്ല എന്ന വാദമൊന്നും എങ്ങും നിൽക്കുന്നില്ല. അതിനും ഉത്തരവും കോടതി ഈ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും, അതായത് അവിടെ സ്വർണം പൊതിഞ്ഞതിനും സ്വർണം എടുത്തുകൊണ്ട് പോയതിനും എവിടെ എത്രത്തോളം സ്വർണം ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച് കൃത്യമായ രേഖകൾ ഉണ്ടായിരുന്നു. അത് ഈ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയും കണ്ടെത്തിയിട്ടുണ്ട്. അത് ഒളിപ്പിക്കാനുള്ള ശ്രമം നടന്നിരുന്നു. ആ ഒളിപ്പിക്കാനുള്ള ശ്രമത്തെ പരാജയപ്പെടുത്തി തെളിവുകൾ കണ്ടെടുത്തു SIT എന്നുള്ളത്. അപ്പോൾ ഇതുവരെ ഈ കഴിഞ്ഞ ആഴ്ച വരെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉയർന്ന സംശയങ്ങൾ, വിമർശനങ്ങൾ, അതിനൊക്കെയുള്ള സമഗ്രമായ മറുപടിയാണ് ഈ കോടതിയുടെ ഈ ഉത്തരവ്. അതിൽ എന്തിനാണ് ഈ അന്വേഷണം കോടതി നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നത് എന്ന് സംബന്ധിച്ച് ഉൾപ്പെടെ കൃത്യമായ ഉത്തരം നൽകുന്നുണ്ട് ഹൈക്കോടതി. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് അസാധാരണത്വമുണ്ട് എന്നുള്ളതാണ് കോടതി അത് സംബന്ധിച്ച് നടത്തുന്ന വിലയിരുത്തൽ. ആ അസാധാരണത്വം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നേരിട്ട് ഈ അന്വേഷണം മോണിറ്റർ ചെയ്യുന്നതെന്നാണ് ഹൈക്കോടതി പറയുന്നത്. മാത്രമല്ല, സംഘത്തിന് മേൽ സമ്മർദ്ദമുണ്ട് എന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ ഉൾപ്പെടെ ഉയർന്നു വരുന്നുണ്ടല്ലോ. അക്കാര്യങ്ങളിലൊക്കെ അതിനും മറുപടിയുണ്ട്. അതായത് സമീപകാലത്ത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട്, അന്വേഷണ സംഘത്തിന് മേൽ സർക്കാരിന്റെ ഇടപെടലുണ്ട്, അവിടെ സർക്കാരിന് താല്പര്യമുള്ള ഉദ്യോഗസ്ഥരെ തിരികെ കയറ്റാൻ ശ്രമിക്കുന്നു എന്ന ആരോപണവും ഉയർന്നിരുന്നു. അതിനും മറുപടി ഇതിനകത്ത് കോടതി പറഞ്ഞിട്ടുണ്ട്. അതായത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ വിപുലീകരണത്തിനുള്ള പൂർണ്ണ അധികാരം ആ അന്വേഷണ സംഘത്തിന്റെ തലവനായ H വെങ്കടേഷനുണ്ട്. ഇപ്പോൾ 2 ഉദ്യോഗസ്ഥരെ 2 CIമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിമർശനം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഞങ്ങളുടെ അന്വേഷണത്തിലെ ഉദ്യോഗസ്ഥർ മിടുക്കന്മാരാണ്, അതുകൊണ്ടാണ് അവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് ഇനി ഒരു തിരിഞ്ഞോട്ടത്തിന്റെ ആവശ്യമില്ല. മാത്രമല്ല, ഇനി എത്ര ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്താൻ, അന്വേഷണം കാര്യക്ഷമമായി പോകാൻ എത്ര ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്താമോ അത്രയും പേരെ ഉൾപ്പെടുത്താം. അതിനുള്ള അധികാരം H വെങ്കടേഷൻ ഉണ്ട് എന്ന് കോടതി പറഞ്ഞു വെക്കുമ്പോൾ, മാത്രമല്ല ഈ SIT ഞങ്ങൾ തെരഞ്ഞെടുത്തവരാണ്, ഞങ്ങൾ ഹാൻഡ് പിക്ക് ചെയ്തെടുത്തവരാണ്, ഉദ്യോഗസ്ഥരാണ്, മാത്രമല്ല ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥരാണെന്ന് ഹൈക്കോടതി അടിവരയിടുമ്പോൾ ഇനി CBI അന്വേഷണത്തിന് ഒരു ആവശ്യം ഉന്നയിക്കേണ്ട ഒരു സ്കോപ്പ് ഇപ്പോഴില്ല എന്ന് കൂടിയാണ് ഹൈക്കോടതി പറഞ്ഞു വെക്കുന്നത്. ഒടുവിൽ വന്നിരിക്കുന്ന ഉത്തരവ് വായിക്കുമ്പോഴും അക്കാര്യം വ്യക്തമാവുകയാണ്. എത്ര സമയത്തിനുള്ള അന്വേഷണം പൂർത്തിയാകും? ഇപ്പോൾ കൊടുത്ത സമയത്തിന് ആ സമയപരിധിക്കുള്ളിൽ പൂർത്തീകരിക്കുമെന്ന സൂചന കോടതി നൽകുന്നുണ്ടോ?
തീർച്ചയായിട്ടും ഇപ്പോൾ അന്വേഷണം നിർണായകമായ ഘട്ടത്തിലാണ്. നൂറിലധികം സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ 164 എടുക്കാനുള്ള നിർദ്ദേശം കോടതി നൽകിയിട്ടുണ്ട്. മാത്രമല്ല 6 ആഴ്ച കൂടി സമയം നീട്ടി നൽകുമ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അന്വേഷണം എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ കോടതി പറയുന്ന ഒരു കാര്യം, നേരത്തെ നമ്മൾ VSCയിൽ ഈ സ്വർണ്ണത്തിൻ്റെ ശബരിമലയിലുള്ള സാമ്പിളുകൾ പരിശോധനയ്ക്ക്, ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കോടതി പ്രതീക്ഷിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ശബരിമലയിൽ എത്രത്തോളം സ്വർണം, എത്ര സ്വർണം 98-ൽ പൊതിഞ്ഞിരുന്നു എന്നത് മാത്രമല്ല, 2019 എടുത്തുകൊണ്ട് പോയതിനു ശേഷം തിരികെ വന്നത് ഒറിജിനൽ സ്വർണ്ണമാണോ എന്നുള്ള പരിശോധന കൂടിയാണ് VSCയിൽ നടക്കുന്നത്. അവിടെ ഉള്ളത് ഒറിജിനലാണോ എന്ന കാര്യത്തിൽ സംശയം നിൽക്കുകയാണ്. അതെ. അത് അങ്ങനെ വരുമ്പോൾ VSCയിലെ സയന്റിസ്റ്റുകൾ അവരുടെ എല്ലാ കഴിവും ഉപയോഗിച്ച പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് കോടതി റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ VSCയിൽ നിന്ന് ലഭിക്കുന്ന റിസൾട്ട് അനുസരിച്ചാകും ശബരിമലയിൽ സ്വർണ്ണമോഷണത്തിന്റെ രീതി എങ്ങനെയായിരുന്നു. ഒന്നി സ്വർണം വേർതിരിച്ചെടുത്ത് കട്ടുകൊണ്ടുപോയി, അതല്ല ഈ സ്വർണ്ണപ്പാളികൾ അപ്പാടെ എടുത്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവച്ചതാണോ എന്നതിനുള്ള ഒരു സ്ഥിരീകരണം ഈ VSCയിലെ റിപ്പോർട്ട് വരുമ്പോൾ ഉണ്ടാകും. അതായത് ഇപ്പോൾ കേസെത്തി നിൽക്കുന്ന സ്ഥിതി അത് പരിശോധിക്കുമ്പോൾ ഈ കോടതിയുടെ ഉത്തരവിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ ശരിയായ ദിശയിൽ അന്വേഷണം പോകുന്നു. രാഷ്ട്രീയ ആരോപണങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയില്ല. കൃത്യമായി എന്താണ് അവിടെ സംഭവിച്ചത് എന്ന കാര്യത്തിൽ വളരെ വൈകാതെ തന്നെ ഉത്തരങ്ങൾ ഉണ്ടാകും എന്നത് വ്യക്തമാവുകയാണ്. ഇനി